ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഹാർബറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഇതേ കുതിരയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതുവഴി മൊത്തം ഒരു ഗോവ സെറ്റപ്പിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചും കാര്യങ്ങളൊക്കെ. കണ്ടോ, വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഹാർബറിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. കൂടെ നമ്മുടെ അനീഷാടനാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതേ ഇവിടെ കണ്ടോ, ഒരു ലോഡ് വലയുമായി നമ്മുടെ ഹാർബറിലെ ടീമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വല റെഡിയാക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി അവിടെ കയറി പോകുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് മണലിൽ ഓടാക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ കാക്കയും പരുന്തൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വേസ്റ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി ഇതാ ഓരോ വണ്ടികളായിട്ട് ലോഡാക്കി ഇടുന്നുണ്ടേ. നമ്മുടെ വണ്ടി ഇതാ ദൂരെയായിട്ട് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 വണ്ടി ലോഡായാൽ മാത്രമേ നമ്മുടെ വണ്ടി ലോഡാക്കത്തുള്ളൂ കേട്ടോ. ഹായ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഹാർബറിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതേ ബ്രേക്ക് കണ്ടോ, ഓരോ വണ്ടിക്കകത്തായിട്ട് മണൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് മണൽ കയറ്റാൻ വേണ്ടിയിട്ട് വെള്ളയിൽ ഹാർബറിൽ വന്നതാണ് കേട്ടോ, കോഴിക്കോട്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇത് ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ ദൂരമായിട്ട് അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാലേ നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു മനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കാണാം. ഇതേ പട്ടിയൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ ഒരുപാട് കൊക്കുകൾ ഇവിടുന്ന് വെള്ളത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി ലോഡായി. പിന്നെ ഇപ്പോൾ അടുത്ത നമ്മുടെ വണ്ടി അവിടെ വെക്കണം. കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇവിടുന്ന് മണലിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ വണ്ടി കയറാനൊക്കെ വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വർക്ക് തുടങ്ങിയതാണേ. അപ്പോൾ ഓരോ വണ്ടികളായിട്ട് ഇത് ഇവിടുന്ന് ലോഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കൊയിലാണ്ടി ഹാർബറിലോട്ട് പോകുന്ന ലോഡാണ്. അപ്പോൾ അടുത്തായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇതേ അവിടെ വെക്കാൻ വേണ്ടി പോവാണ്. ദൂരെയായിട്ട് ഇതേ കണ്ടോ, ഇവിടേക്ക് ഇഷ്ടം പോലെ ബോട്ടുകൾ മീൻ പിടിക്കാൻ വേണ്ടി കടലിലോട്ട് പോയിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഇതേ നോക്കത്താ ദൂരത്തോളം നമ്മുടെ കോഴിക്കോടിൻ്റെ ബീച്ചാണേ. നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ നമ്മുടെ മറ്റൊരു വണ്ടി അവിടെ ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെള്ളയിൽ ഹാർബറിൻ്റെ ഭാഗങ്ങളാണ്. ഇഷ്ടംപോലെ പഴയതും പുതിയതൊക്കെ ആയിട്ട് ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ ലോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ സൂര്യനൊക്കെ ഇവിടുന്ന് ഉദിച്ചു തുടങ്ങി. നമ്മുടെ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി വെക്കണം കേട്ടോ. ഇവിടേക്ക് ഒരു ചേട്ടൻ ഇതാ വലയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇഷ്ടംപോലെ ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ടേ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളയിൽ ഹാർബർ.
നമ്മുടെ വർക്ക് വരുന്നത് ഇവിടെ തന്നെയായിരുന്നു. ഇന്നലെ നമ്മൾ 2 ലോഡ് മണലാണ് കൊണ്ടുപോയിട്ട് തട്ടിയത്. ഇന്നിപ്പോൾ ഇനി എത്ര ലോഡ് കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ട്. സ്ഥലമൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. പക്ഷെങ്കിൽ വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ്. കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെയിലും കാര്യങ്ങളൊന്നും വന്നു തുടങ്ങിയില്ല. അതേമാതിരി ഇത് ആകാശമൊക്കെ കണ്ടോ, മൊത്തത്തിൽ ഒരു മേഘാവൃത്തമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഹാർബർ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ നോക്കി നല്ല മനോഹരമായ കടലൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്നത് കാണാം. വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ദൂരെയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ നമ്മുടെ ബീച്ചിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങി. സമയം ഇപ്പോൾ ഏതാണ്ട് രാവിലെ 8 മണി ആയതേ ഉള്ളൂ. കണ്ടോ, ഒരുപാട് കുട്ടികളൊക്കെ ദൂരെ നിന്ന് അവിടെ നിന്ന് ഒരുപാട് കുട്ടികളൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറയിൽ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ വണ്ടി ഏതാണ്ട് ലോഡാവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റി നേരെ കൊയിലാണ്ടി ഹാർബറിലോട്ട് കൊണ്ടുപോയി പോകണം. ദൂരെ ആയിട്ട് ഒരു വലിയ ബോട്ട് 2 ചെറിയ ബോട്ടിനെ കയറ് കെട്ടി വലിച്ചു പോകുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. കണ്ടോ, നമ്മുടെ സൂമിങ്ങിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. വലിയ ബോട്ട് 2 ചെറിയ ബോട്ടിനെ കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേപോലെ ഇവിടേക്ക് ഇഷ്ടം പോലെ ഫിഷിംഗ് ബോട്ട് കാണുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് മീൻ ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലെ നമ്മുടെ വണ്ടി ലോഡായില്ല. അവിടെ നിന്ന് ഇപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട് കേട്ടോ. ലോഡും കയറ്റി ഇതുവഴി വരുന്നുണ്ട്. ഹാർബറിലൊക്കെ തിരക്ക് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ കണ്ടോ, ബോട്ടിൽ നിന്ന് മീൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം മത്തിയാണ് കേട്ടോ. അപ്പം അധികം മത്തിയാണ് കളിക്കുന്നത്. ഇപ്പം കണ്ടോ, അത്യാവശ്യം ഒരു സൈലൻ്റാക്കി കിടക്കുന്നേ ഉള്ളൂ. ഓരോ ബോട്ടുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം നേരെ നമ്മുടെ കൊയിലാണ്ടി ഹാർബറിലോട്ട് ചെന്ന് കയറണം. അപ്പോൾ നമ്മുടെ ബീച്ച് റോഡ് കണ്ടോ, നമ്മളന്ന് താറൊക്കെ ചെയ്ത് സെറ്റപ്പാക്കിയ സ്ഥലമാണ്. ഇവിടെ ലൈനൊക്കെ വരഞ്ഞ് സ്റ്റേറ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീച്ച് റോഡ് താറിങ്ങിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് മുമ്പായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ റോഡാണ് ഈ കാണുന്നത്. മൊത്തം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊയിലാണ്ടി ടൗണിലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടി ടൗണിൽ എത്തി കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമുക്ക് പോവാൻ. കാര്യമായ തിരക്കും കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൊയിലാണ്ടി ഹാർബറിലോട്ട് പോകുന്ന വഴി 2 സൈഡും മൊത്തം കടകളൊക്കെയാണ്. അതിൻ്റെ നടുവിലൂടെയുള്ളൊരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് നമ്മുടെ കൊയിലാണ്ടി ഹാർബറിലോട്ട് പോകുന്ന റോഡ്. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സൈഡിലൊക്കെ കണ്ടോ, പൈപ്പൊക്കെ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് മൊത്തം GSB ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ കൊയിലാണ്ടി ഹാർബറിലോട്ട് കയറുന്ന റോഡ് വളരെ ഇടുങ്ങിയ റോഡാണ്. മറുവശത്ത് നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ സൈഡ് കൊടുത്ത് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള റോഡാണ്. അപ്പോൾ കണ്ടോ, നമ്മൾ കുറച്ച് മുന്നേ ആയിട്ട് സൈഡാക്കിയിട്ടുണ്ട്. കാരണം ദൂരെ നിന്നൊരു ബസ് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളാകെ ലോക്കാവും. കാരണം 2 വണ്ടിക്ക് പോകുന്ന ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടിയൊന്നും വരില്ലേ എന്ന വിശ്വാസത്തിൽ, ഒരു പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകുന്നോറുന്തേ റോഡിൻ്റെ വീതി കണ്ടോ, വളരെ ചെറുതായി പോവാണ്. ഇതുവഴിയാണ് നമ്മുടെ ഹാർബറിലോട്ട് മെയിനായിട്ട് നമ്മുടെ മീൻ വണ്ടികളും ഒക്കെ കടന്നു പോകുന്നത്. വളരെ ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങനെ
അങ്ങനെ ഒടുവിൽ ആ ചെറിയ റോഡിലൂടെ കടന്ന് നമ്മൾ നേരെ നമ്മുടെ ഹാർബറിൻ്റെ, കൊയിലാണ്ടി ഹാർബറിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഹാർബറിൻ്റെ ഉള്ളിലോട്ട് കയറണം. നമ്മുടെ വെള്ളയിൽ ഹാർബർ പോലെയല്ല, അത്യാവശ്യം അതിലും കുറച്ചുകൂടെ വലുതാണ് നമ്മുടെ കൊയിലാണ്ടി ഹാർബർ. ഇഷ്ടംപോലെ മീൻവണ്ടികൾ ഇതേ ഇവിടെ നിരയായിട്ട് നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൊയിലാണ്ടി ഹാർബറിൽ. അപ്പം നമ്മൾ അധികവും GSP ഒക്കെ നമ്മുടെ ക്രഷറിൽ നിന്ന് GSP ഒക്കെ കൊണ്ടുപോയി തട്ടുന്ന സ്ഥലമാണ് ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്നത്. നമുക്കിപ്പോൾ ഈ പൂഴി മണൽ തട്ടേണ്ടത് ഈ കാണുന്ന ഇവിടെയാണ്. അപ്പൊ ഇന്നലെയും ഇന്നും കൂടിയായിട്ട് നമ്മളിത് ഇത്രത്തോളം മണൽ ഇവിടെ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഈ കാണുന്നതൊക്കെ നമ്മൾ ഇന്നൊരു തട്ടിയ ലോഡാണ്. ലോഡൊക്കെ തട്ടി പുറത്ത് അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലോഡ് എടുക്കണം, ഇവിടെ തട്ടണം. ഇന്നത്തെ പരിപാടി മൊത്തം ഇത് തന്നെയാണ്. അപ്പുറത്തെ അതായത് നമ്മുടെ വെള്ളയിൽ ഹാർബറിൽ നിന്ന് എടുത്തിട്ട് നേരെ കൊയിലാണ്ടി ഹാർബറിൽ കൊണ്ടുപോയിട്ട് ലോഡ് തട്ടുക. അപ്പോൾ നമ്മളിത് ഹാർബറിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ്. കണ്ടോ, ഇതാണ് ഹാർബറിന്റെ പുറത്തുള്ള കാഴ്ചകൾ. ചെറിയ ചെറിയ വീടൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലായിട്ട്. വലിയ റോഡൊക്കെ നമ്മുടെ ഹാർബറിന്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതേ പുറത്തോട്ട് പോകണമെങ്കിൽ ഈ ചെറിയ റോഡിലൂടെ തന്നെ വേണം നമുക്ക് പുറത്തോട്ട് പോകാൻ. ഹാർബറിന്റെ തൊട്ടടുത്തായിട്ട് മൊത്തം ഇവിടെയൊക്കെ ഐസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ ഐസ് പൊടിക്കുന്ന സ്ഥലമാണ്, ഐസ് ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ്. അങ്ങനെ നമ്മളിപ്പോ ചേമഞ്ചേരി എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ വാഗാട് കമ്പനിയുടെ വർക്കാണ്. ഒന്നും ഒരു ശരിയായ രീതിയിൽ അങ്ങ് എത്തിയില്ല. ഇനി ഒരുപാട് വർക്ക് ഇവിടെയൊക്കെ കിടക്കണുണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ട് അടുത്തായിട്ട് തൊട്ട റീച്ച് വരുന്ന അടുത്തുള്ള റീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ KNRCL റീച്ചാണ്. അടിപൊളി വർക്കാണ് കേട്ടോ. ഏതാണ്ട് 99% വർക്കും അവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വാഗാടിൻ്റെ എത്ര ശതമാനമായി എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. റെഡിക്ക് പറയുകയാണെങ്കിൽ ഒരു 10% പണി പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു കാഴ്ചയിൽ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ആളുകൾ വന്ന വണ്ടിയാണ് കേട്ടോ. ഹൈവേയുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാൻ വേണ്ടി വന്നതാണ്. വാഗാട് കമ്പനിയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ എല്ലാ ആളുകളും അവിടെ ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു നമ്മുടെ വർക്ക് ഒന്ന് സ്പീഡാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളങ്ങനെ വെങ്ങളം എത്തിയിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ കണ്ടോ, ഒരു ഫ്ലൈ ഓവറൊക്കെ കൊടുത്തിട്ടുണ്ട് ദൂരെയായിട്ട്. പക്ഷെ ഇവിടെ ശരിക്കും എന്തിനാണ് ഫ്ലൈ ഓവർ എന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഇതൊക്കെ ഒരു ടൗണിൽ കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായേനെ എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ KNRCL വർക്കാണ് കേട്ടോ. നല്ല അടിപൊളി വർക്കാണ്. കണ്ടോ, ഫ്ലൈ ഓവറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ റൈറ്റ് തിരിഞ്ഞ് നമ്മുടെ പഴയ റോഡിലൂടെ പോകണം. നമ്മുടെ കോഴിക്കോട് സിറ്റിയിലോട്ട് പോകുന്ന നമ്മുടെ പഴയ റൂട്ടാണ്. കോരപ്പുഴ പാലമൊക്കെ കടന്നിട്ടുള്ള റൂട്ട്. അപ്പോൾ ദേ ഇവിടുന്ന് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ തിരിഞ്ഞു വേണം പോവാൻ. അപ്പോൾ ഇത് ഈ കാണുന്ന പാലമൊക്കെ ഇപ്പോൾ
മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് മൊത്തം പെയിൻ്റൊക്കെ അടിച്ച് വരുന്നുണ്ട്. നല്ല ചുവപ്പും അതുപോലെ തന്നെ വെള്ള കളറൊക്കെ ആയിട്ട് ഞാൻ അടിപൊളിയാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇതേ ഓരോ തൊഴിലാളികൾ ഇവിടുന്ന് പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ എത്തി കേട്ടോ. ഈ കാണുന്ന നമ്മുടെ കമ്പനി തന്നെ നിർമ്മിച്ച പാലാണ്. ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു പാലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ പൊളിച്ചിപ്പോൾ പുതിയ പാലം നിർമ്മിച്ചു. ഇതിപ്പോൾ കുറച്ച് കാലമായി കേട്ടോ, കുറച്ച് വർഷങ്ങളായി ഈ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട്. എന്തായാലും നല്ലൊരു അത്യാവശ്യം നല്ല മോശമില്ലാത്തൊരു അടിപൊളി പാലം തന്നെയാണ്. നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ ഹാർബറിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് വെള്ളയിൽ ഹാർബറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടിക്കകത്തോട്ട് നല്ല കാര്യമായിട്ട് മണൽ ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇവിടെ നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതേപോലെ നമ്മുടെ ബീച്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ ഇതേ കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നൊക്കെ കളിക്കുന്നുണ്ട്. ഇത് ശാന്തമായൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ എന്തായാലും ഇതേ ഈ കല്ലിലിങ്ങനെ ഇരുന്ന് നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. ഒരു പ്രത്യേക ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായി ഇതേ വലിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഉള്ളതുപോലെയല്ല, ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടും അതുപോലെ തന്നെ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി കണ്ടോ. പുറത്തൊക്കെ നല്ല അത്യാവശ്യം വെയിൽ തന്നെയാണ്. ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ പഴയ തോണികളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയ തോണികളാണ് കേട്ടോ. അതേപോലെ ഇവിടെ ഒരു മീൻ വണ്ടി ബോക്സൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ദൂരെയായിട്ട് ബോക്സ് കണക്കിന് മീൻ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മത്തിയാണ് കേട്ടോ. എല്ലാ ബോക്സിലും മത്തിയാണ്. ഇപ്പം മൊത്തത്തിൽ മത്തിയാണ് കളിക്കുന്നത്. നമ്മളങ്ങനെ കൊയിലാണ്ടി എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി ചെറിയ റോഡിലോട്ട് ഇങ്ങനെ ഒടിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ വീണ്ടും ഹാർബറിലെത്തി, നമ്മുടെ കൊയിലാണ്ടി ഹാർബറിൽ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ വെള്ളയിൽ ഹാർബറിൽ നിന്ന് മണൽ കാറ്റുന്നു, കൊയിലാണ്ടി ഹാർബറിൽ കൊണ്ടുപോയി താട്ടുന്നു. ഇത് എന്തിനുള്ള മണലാണെന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ അവിടുന്ന് കാറ്റുന്നുണ്ട്, ഇവിടെ കൊണ്ടുപോയി ഇറക്കുന്നുണ്ട്, അത്ര മാത്രം. അപ്പം നമ്മൾ ഹാർബറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇഷ്ടംപോലെ മീൻ വണ്ടികൾ നമ്മുടെ കൊയിലാണ്ടി ഹാർബറിലോട്ട് ഇങ്ങനെ വന്ന് കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ മീൻ വണ്ടികൾ സൈഡാക്കി വെച്ചിട്ടുണ്ടേ. അപ്പം നമ്മളെന്തായാലും വീണ്ടും അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൊയിലാണ്ടി ടൗണിലുള്ള റോഡൊന്നും ഇപ്പോൾ കാര്യമായിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ശാന്തമായിട്ട് ഓപ്പണായിട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കോഴിക്കോട് വെള്ളയിൽ ഹാർബറിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇഷ്ടംപോലെ മീൻ വണ്ടികൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ മീനിങ്ങനെ ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ വണ്ടികൾ ഹാർബറിനുള്ളിലോട്ടും കടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളയിൽ ഹാർബറും അത്യാവശ്യം ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്.
കാരണം കുറേ മീൻ വണ്ടികളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് മീൻ വണ്ടിയാണ്. ഇതും അത്യാവശ്യം വലിയ വണ്ടിയാണ് കേട്ടോ. കണ്ടോ, 12 വീല് മീൻ വണ്ടിയാണിത്. ഒരു കാരവൻ പോലെ ഉണ്ട്. പോട്ടെ 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 മതി. അപ്പൊ നല്ല അടിപൊളി മീൻ വണ്ടികൾ ഇഷ്ടം പോലെ ഇതാ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോൾക്ക് ഏതാണ്ട് നമ്മുടെ കടലിൽ പോയ ബോട്ടൊക്കെ തിരിച്ചെത്തും കേട്ടോ. അങ്ങനെ നമ്മുടെ 3ാമത്തെ ലോഡുമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബീച്ച് റോഡൊക്കെ നല്ല മനോഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാർബറിൽ കണ്ടോ ഇഷ്ടംപോലെ മീൻ വണ്ടികളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും കടലിൽ പോയ ബോട്ടൊക്കെ തിരിച്ചു വരും. അങ്ങനെ നമ്മൾ കൊയിലാണ്ടി ഹാർബറിലെത്തി. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കൊക്കെ കാണുന്നുണ്ട് നമ്മുടെ കൊയിലാണ്ടി ഹാർബറിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ലോഡാണ് കേട്ടോ ഇത്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം ഇവിടെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ലോഡ് തട്ടി ഞാനും അനീഷാട്ടറും ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നാളെയാണ് നമ്മുടെ ലോഡ് പരിപാടിയൊക്കെ ഉള്ളൂ. നാളെയും ഇവിടെ തന്നെയാണ് നമ്മുടെ വർക്ക് വരുന്നത്. ഹാർബറൊക്കെ കണ്ടോ, ഒരുപാട് വണ്ടികളൊക്കെ വന്ന് നിറഞ്ഞു കിടക്കുകയാണ്.